ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടി ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്നറിയാമോ? നമ്മുടെ തുളസിയില. അപ്പോൾ തുളസിയില്ലാത്ത ഒരു വീട് പോലും ഒരിടത്തും ഉണ്ടാവത്തില്ല അല്ലേ? അപ്പോൾ തുളസിയില വേണം കേട്ടോ. ആവശ്യത്തിന് തുളസിയില എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ്. അപ്പോൾ ഈ തുളസിയിലയും പനിക്കൂർക്കയും ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതാണ് പേരയില. നല്ല കിളുന്ത പേരയിലയില്ലേ, ആ പേരയിലയും ഒരു 3-5 പേരയിലയും കൂടെ എടുക്കുക. എന്നിട്ട് ഇവ മൂന്നും മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകുക. മഴക്കാലമല്ലേ, എന്തിന് കഴുകണം എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമുക്ക് കഴുകാവുന്നതിന് എന്താണ് ഇഷ്ടം പോലെ വെള്ളമല്ലേ. അപ്പോഴത്തേ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് പിച്ചിട് കാണും. ആ പിച്ചിട് നമുക്കൊരു അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. അപ്പോഴത്തേ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചൊക്കെ ലൂസായിട്ട് നല്ല ജ്യൂസ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്നെ എടുക്കണം. നമ്മളിത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 1 അവർ മുമ്പ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആ ഹെയർ ഓയിൽ നമ്മൾ തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മസാജിങ്ങും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച് കെട്ടിവെച്ചിട്ട് വേണം ഒരു 1 അവർ കഴിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യാൻ ഏറ്റവും യോജിച്ചതാണ് നമ്മുടെ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. അതാണ് കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. എനിക്ക് ഓൾറെഡി സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ എവിടെയാണെന്ന് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കൈവച്ച് അപ്ലൈ ചെയ്തത്. നന്നായിട്ട് സ്പ്രേ ബോട്ടിലായിരിക്കും അടിപൊളിയായിരിക്കും. സ്പ്രേ ബോട്ടിലോട്ട് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം ഞാനത് സ്പ്രേ ബോട്ടിൽ ചെയ്താലും നമ്മൾ കൈ കൊണ്ട് ഹെയർ നന്നായിട്ട് നമ്മൾ മസാജിങ് കൊടുക്കണം. മസാജിങ് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ. ഇതൊരു 1 അവർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ജലദോഷമൊക്കെ ഉള്ളവർ ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഞാൻ മുടി കെട്ടി വെച്ച് ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മഴക്കാലമാണ്, ഡാൻഡ്രഫൊക്കെ ഒരുപാടുണ്ടാകുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മുടിയുടെ സംരക്ഷണം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.